നിങ്ങളൊന്ന് സങ്കൽപ്പിക്കുക, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പേമ വാങ്ങുത്തോണ്ടോക്ക് എന്ന ഇന്ത്യൻ പൗരനാണ് നിങ്ങൾ. ജപ്പാനിലേക്ക് പോകുന്ന വഴിക്ക് ഷാങ്ഹായ് പുഡോങ് എയർപോർട്ടിൽ വെറുമൊരു ട്രാൻസിറ്റ് യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ ജപ്പാനിലേക്കുള്ള സാധുവായ വിസയുണ്ട്, പാസ്പോർട്ട് അടക്കമുള്ള രേഖകളെല്ലാം കൃത്യമാണ്. അപ്പോഴാണ് ചൈനീസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിങ്ങളെ തടയുന്നത്. പാസ്പോർട്ടിന് ഒരു കുഴപ്പവും ഇല്ലാഞ്ഞിട്ടല്ല അവർ അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത്. ജനനസ്ഥലമായി അരുണാചൽ പ്രദേശ് രേഖപ്പെടുത്തിയത് കാരണമാണ്. നിങ്ങളുടെ സാധാരണ യാത്ര പെട്ടെന്ന് ഒരു 18 മണിക്കൂർ പേടിസ്വർണ്ണമായി മാറുന്നു. അരുണാചൽ ചൈനയുടെ ഭാഗമാണെന്ന് ഉദ്യോഗസ്ഥർ വാദിച്ചു, പാസ്പോർട്ട് പിടിച്ചെടുത്തു, നിങ്ങളുടെ തുടർന്നുള്ള യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് നിഷേധിച്ചു. അതിലുപരി ഒരു ചൈനീസ് പാസ്പോർട്ടിനായി അപേക്ഷിക്കാൻ അവർ നിർബന്ധിക്കുകയും ചെയ്തു. ഇതൊരു വെറും തടങ്കലായിരുന്നില്ല, ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അതിർത്തി തർക്കത്തിന്റെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത്. തോണ്ടോക്ക് ധൈര്യപൂർവ്വം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ അനുഭവം ഉടൻ തന്നെ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്തി. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ അന്യായമായ തടങ്കലിനെ ശക്തമായി അപലപിച്ചു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യവും അവിഭാജ്യമായ ഭാഗമാണെന്ന് അവർ ആവർത്തിച്ചു വ്യക്തമാക്കി. എന്നാൽ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് അവരുടെ നിലപാടിൽ ഉറച്ചുനിന്നു. സാങ്നാൻ ചൈനയുടെ പ്രദേശമാണെന്നും അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്നതിനെ തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും അവർ ആവർത്തിച്ചു വ്യക്തമാക്കി. എയർപോർട്ടിൽ നടന്ന ഈയൊരു സംഭവം പഴയ മുറിവുകൾ വീണ്ടും തുറന്നു. ആണവായുധങ്ങളുള്ള ഈ രണ്ട് അയൽരാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷഭരിതമായ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഹിമാലയത്തിലെ നിലവിലുള്ള ദുർബലമായ സമാധാനത്തിന് ഇത് എന്ത് ദോഷമാണ് വരുത്താൻ പോകുന്നത്? തോണ്ടോക്കിനെ തടഞ്ഞുവെച്ചതിന്റെയെല്ലാം ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പണ്ടുമുതലേയുള്ള ആ നീണ്ട തർക്കങ്ങളുള്ള ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞുനോക്കണം. ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മറിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം വരുന്ന ദുർഘടമായ ലാക്ക് അഥവാ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ഏകദേശം 38,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന അക്സായ് ചിൻ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇത് ഇന്ത്യ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന പ്രദേശമാണ്. എന്നാൽ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ, ചൈന ഏകദേശം 90,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു. ഈ പ്രദേശത്തെ അവർ സാങ്നാൻ അഥവാ തെക്കൻ ടിബറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ അവകാശവാദത്തിന് പിന്നിൽ ചരിത്രപരമായ വാദങ്ങളും തന്ത്രപരമായ താൽപ്പര്യങ്ങളുമുണ്ട്. 1962-ലെ ഇന്ത്യ-ചൈന യുദ്ധത്തിൽ ചൈനീസ് സൈന്യം അന്ന് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ആയിരുന്നതും ഇപ്പോൾ അരുണാചൽ പ്രദേശായി മാറിയതുമായ പ്രദേശങ്ങളിലേക്ക് ആഴത്തിൽ കടന്നുകയറി. പിന്നീട് കിഴക്കൻ മേഖലയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയെങ്കിലും അക്സായ് ചിൻ അവരുടെ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തി. പിന്നീടുള്ള ദശാബ്ദങ്ങളിൽ ചൈന ഒരു പാക്കേജ് നിർദ്ദേശം അനൗപചാരികമായി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അക്സായ് ചിൻ ചൈനയുടെ നിയന്ത്രണത്തിലാണെന്ന് ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ അരുണാചലിലെ അവകാശവാദങ്ങൾ അവർ ഉപേക്ഷിച്ചേക്കാം എന്നതായിരുന്നു ആ നിർദ്ദേശം. ഔപചാരികമായി അംഗീകരിക്കപ്പെടാത്ത ഈ നിർദ്ദേശം ഈ തർക്കം എത്ര ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. ഷാങ്ഹായിൽ നടന്ന ഈ അടുത്തിടെയുള്ള സംഭവം ഒറ്റപ്പെട്ട ഒന്നായി കാണാൻ കഴിയില്ല. പരിഹരിക്കപ്പെടാത്ത ഈ ചരിത്രപരമായ പ്രശ്നങ്ങളുടെ നേരിട്ടുള്ള ഒരു പ്രതിഫലനമാണിത്. ഒരുപാട് കാലം ശാന്തമായിരുന്നെങ്കിലും അതിർത്തി ഇപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് എളുപ്പം തീപിടിക്കാവുന്ന ഒരു ഹോട്ട്സ്പോട്ടായി തുടരുന്നു എന്നതിന്റെ നിരന്തര ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഭൂമിക്കും പരമാധികാരത്തിനും വേണ്ടിയുള്ള ഈ വലിയ പോരാട്ടത്തിൽ അരുണാചൽ പ്രദേശിലെ ഒരു പൗരന്റെ വ്യക്തിത്വം പോലും ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ഷാങ്ഹായിൽ നടന്ന ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. വർഷങ്ങളായി തണുത്തുറഞ്ഞ ഉന്നതതല ബന്ധങ്ങൾക്കൊടുവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കരുതലോടെ സാധാരണ നിലയിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത് നടന്നത്. 2020 ജൂണിൽ നടന്ന ഗൽവാൻ താഴ്വരയിലെ ക്രൂരമായ ഏറ്റുമുട്ടലുകൾ, ഇരുഭാഗത്തും ആളപായമുണ്ടായ ആ സംഘർഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചിരുന്നു. ഈ അടുത്ത മാസങ്ങളിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ, അതിർത്തി ചർച്ചകൾ, ഉന്നതതല കൂടിക്കാഴ്ചകൾ എന്നിവയ്ക്കായി ചില പതുങ്ങിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ പിരിമുറുക്കങ്ങൾ ഇന്നും പൂർണ്ണമായി ഒഴിഞ്ഞുപോയിട്ടില്ല. ലഡാക്കിലെ പ്രശ്നങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോഴും ചൈന കിഴക്കൻ മേഖലയിൽ അവരുടെ കൈകടത്തലുകൾ തുടർന്നു. 2022-ൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥിരീകരിച്ച ഒരു കാര്യമുണ്ട്: ചൈനീസ് സൈന്യം തവാങ്ങിൽ യഥാർത്ഥ നിയന്ത്രണരേഖ ലാക്ക് ലംഘിച്ച് ഏകപക്ഷീയമായി നിലവിലെ സ്ഥിതി മാറ്റാൻ ശ്രമിച്ചെന്ന്. ഈ പ്രവണത അരുണാചൽ പ്രദേശിന്മേലുള്ള തങ്ങളുടെ അവകാശവാദം ശക്തിപ്പെടുത്താൻ ബെയ്ജിംഗ് നടത്തുന്ന ഒരു വ്യവസ്ഥാപിത നീക്കത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ നേതാക്കളോ ദലൈലാമയോ അല്ലെങ്കിൽ വിദേശ നയതന്ത്രജ്ഞരോ ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ ചൈന എന്നും എതിർപ്പുമായി രംഗത്തെത്താറുണ്ട്. അരുണാചലിലെ പല സ്ഥലങ്ങൾക്കും പർവ്വതങ്ങൾക്കും നദികൾക്കും ചുരങ്ങൾക്കും ചൈന ആവർത്തിച്ച് ചൈനീസ് പേരുകൾ നൽകിയിട്ടുണ്ട്. ഇത് അവരുടെ ഭരണപരമായ നിയന്ത്രണവും ചരിത്രപരമായ അവകാശവാദവും ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. മാത്രമല്ല, അരുണാചൽ നിവാസികൾക്ക് സ്റ്റേപ്പിൾഡ് വിസ പോലുള്ള പ്രശ്നങ്ങളുള്ള വിസ രീതികൾ ചൈന ഉപയോഗിക്കാറുണ്ട്. ഇത് അവർ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമമാണ്. ഷാങ്ഹായിൽ ഒരു അരുണാചൽ സ്വദേശിയുടെ ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവായി കണക്കാക്കിയ സംഭവം ഈ തന്ത്രങ്ങളുടെ നേരിട്ടുള്ള ഒരു തുടർച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അരുണാചലിൽ ജനിച്ച ഒരു ഇന്ത്യക്കാരനെ ഫലത്തിൽ ചൈനീസ് പൗരനായി കാണുന്ന ഈ രീതി തെക്കൻ ടിബറ്റ് അഥവാ സാങ്നാൻ എന്ന ചൈനയുടെ വാദവുമായി കൃത്യമായി ചേർന്നുപോകുന്ന ഒന്നാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ പതിയെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മാനസികവും നയതന്ത്രപരവുമായ നീക്കമാണിത്. തോണ്ടോക്കിനെ തടങ്കലിൽ വെച്ചതോടെ നയതന്ത്ര രംഗത്ത് വലിയ കൊള്ളക്കങ്ങളുണ്ടായി. അത് ഉടനടിയുള്ളതും വളരെ രൂക്ഷവുമായിരുന്നു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് നിലപാടിൽ ഒട്ടും അയവ് വരുത്തിയില്ല. അവർ പറഞ്ഞു, സാങ്നാൻ ചൈനയുടെ പ്രദേശമാണ്. ഇന്ത്യ അനധികൃതമായി സ്ഥാപിച്ച ഈ അരുണാചൽ പ്രദേശ് എന്നതിനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. തോണ്ടോക്ക് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും അവരെ ഉപദ്രവിച്ചുവെന്നോ അവകാശങ്ങൾ ലംഘിച്ചുവെന്നോ ഉള്ള കാര്യങ്ങൾ ബെയ്ജിംഗ് നിഷേധിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാളിലൂടെ ശക്തമായ മറുപടി നൽകി. ഈ തടങ്കലിൽ വെക്കൽ ഏകപക്ഷീയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം ചൈനയുമായി ശക്തമായി സംസാരിച്ചിട്ടുണ്ടെന്നും ജയ്സ്വാൾ സ്ഥിരീകരിച്ചു.
ജയ്സ്വാൾ ഒരു മടിയും കൂടാതെ പറഞ്ഞു, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചൈന എത്ര തള്ളിപ്പറഞ്ഞാലും ഈ തർക്കമില്ലാത്ത യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല. അന്താരാഷ്ട്ര വ്യോമയാന നിയമങ്ങളും സ്വന്തം രാജ്യത്തെ നിയമങ്ങളും ചൈന ലംഘിച്ചുവെന്നും ഇന്ത്യ ആരോപിച്ചു. കാരണം എല്ലാ രാജ്യക്കാർക്കും 24 മണിക്കൂർ വരെ വിസയില്ലാതെ സഞ്ചരിക്കാൻ ചൈനയുടെ നിയമം അനുവാദം നൽകുന്നുണ്ട്. അതേസമയം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ചൈനയുടെ വാദങ്ങളെ പരസ്യമായി പിന്തുണച്ചു. അരുണാചലിനെ സൗത്ത് ടിബറ്റ്, സാങ്നാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചൈനയുടെ മുൻ നിലപാടുകൾക്ക് അവർ ശരിവെക്കുകയായിരുന്നു. ഈ പ്രാദേശിക നിലപാട് മേഖലയിലെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്തി. രാജ്യത്തിനകത്ത് ഈ സംഭവം ഇന്ത്യയിൽ വലിയ രോഷം ആളിക്കെത്തിച്ചു. മാധ്യമങ്ങളും പ്രതിരോധ രംഗത്തെ വിദഗ്ധരും ഇതിനെ ഒരു പുതിയ ഏറ്റുമുട്ടലായിട്ടാണ് കണ്ടത്. ഇന്ത്യയുടെ ഒരു ചൈന നയം പുനഃപരിശോധിക്കണോ എന്ന് ചില നിരീക്ഷകർ പരസ്യമായി ചോദിക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ പൗരനെ അപമാനിക്കുകയും രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന ചിന്തയിൽ ശക്തമായ മറുപടി വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു. ഷാങ്ഹായ പുഡോങ് വിമാനത്താവളത്തിൽ വെച്ച് പേമ വാങ് തോണ്ടോക്കിനെ അന്യായമായി തടഞ്ഞുവെച്ചത് വെറുമൊരു യാത്രാപ്രശ്നമായി തള്ളിക്കളയാനാവില്ല. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സങ്കീർണവും പലപ്പോഴും സംഘർഷം നിറഞ്ഞതുമായ ബന്ധത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. ഈ സംഭവം ഈ രണ്ട് ഏഷ്യൻ മനുഷ്യത്വകൾക്കിടയിലെ സൂക്ഷിച്ചും കണ്ടുമിരുന്ന സാധാരണ ബന്ധം എത്രമാത്രം ദുർബലമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തിടെ സംഭാഷണങ്ങൾക്കും പരസ്പര വിശ്വാസം വളർത്തുന്ന നടപടികൾക്കും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആഴത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ, ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് നിമിഷവും ഒരു നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്താൻ പോന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം രാജ്യത്തിന്റെ പരമാധികാരത്തിനും പൗരന്മാരുടെ അന്തസ്സിനും നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ശക്തവും ഉറച്ചതുമായ നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അതിർത്തി തർക്കങ്ങളിലെ അവകാശവാദം ഉറപ്പിക്കാനുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായുള്ള മറ്റൊരു ആസൂത്രിത നീക്കമാണ്. നയതന്ത്ര പ്രസ്താവനകൾ, അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, എന്തിന് വ്യക്തിപരമായ യാത്രാപ്രശ്നങ്ങൾ വരെ ഇതിനായി അവർ ആയുധമാക്കുന്നു. പാകിസ്ഥാൻ പരസ്യമായി ചൈനയോട് ചേർന്ന് നിൽക്കുന്നത് പ്രാദേശിക സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തെക്കേ ഏഷ്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ശത്രുതയും ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു. ഈ അതിലോലമായ സന്തുലിതാവസ്ഥയിലൂടെ ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുമ്പോൾ തോണ്ടോക്കിനുണ്ടായ ദുരിതങ്ങളും സാമ്പത്തിക നഷ്ടവുമൊക്കെ പോലുള്ള മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ പലപ്പോഴും ഈ വലിയ രാഷ്ട്രീയവാദങ്ങൾക്കിടയിൽ ആരും അറിയാതെ പോകുന്നു. മുൻപോട്ടുള്ള വഴി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഉയർന്നുവരുന്ന രണ്ട് ആഗോള ശക്തികളായ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തെ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ തർക്കം അവരുടെ പൊതുവായ ചരിത്രത്തെ മാത്രമല്ല, മേഖലയിലെ സ്ഥിരതയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഭാവിയെയും നിർണ്ണയിക്കും. ചോദ്യം ഇതാണ്, ഈ ഏറ്റവും പുതിയ സംഘർഷം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ അതിർത്തിയുടെ ഭാവിയെ എങ്ങനെയാകും മാറ്റിമറിക്കുക?